Ever since you came into my life, it felt so good, it felt so right. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് ഇവിടെ. ഇന്ന് ഞങ്ങൾക്ക് ചെക്കൗട്ടാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ പാക്കൊക്കെ ചെയ്തു എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങി. 1-2 ആക്ടിവിറ്റി പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ റെഡിയായിട്ട് ഇറങ്ങി. എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ട് കുതിര ഇവനായിരുന്നു എൻ്റെ കൂടെ മിക്കവാറും ഫോട്ടോയിലുള്ളത്. എവറസ്റ്റ്. പാവം ഒരു കുതിര എന്നിട്ട് ആദ്യം എനിക്ക് പേടിയായി, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി ഓക്കെ പാവമാണ് എന്ന്. കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. രാഹുലാണ് എൻ്റെ ഫോട്ടോഗ്രാഫർ. ഞാൻ ഇവൻ്റെ പുറകെ ഇങ്ങനെ ഇവൻ പോകുന്ന വഴിക്ക് എല്ലാം ഇങ്ങനെ നോക്കുക. ഇതിൽ ഇവരുടെ കുതിരകളിൽ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ സൈസുള്ളവനാണ്. എൻ്റെ പേര് എവറസ്റ്റ്. ഇങ്ങനെ അപ്പോൾ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. ബർത്ത്ഡേ ഫോട്ടോഷൂട്ട് രാഹുലിൻ്റെ വക എനിക്ക് ഗിഫ്റ്റ് അല്ലേ? അതെ, ഫോട്ടോ എടുത്തിട്ട് കിട്ടിയില്ലെങ്കിൽ അത് മെരുക്കാൻ ഇട്ടേക്കുന്നതാണ്, എന്തോ ആണെന്ന് തോന്നുന്നു. അവൻ പറയുന്നുണ്ട് ബോട്ട് ഡേഞ്ചറാണ്. ഞാൻ പറഞ്ഞില്ലേ മെരുക്കാത്ത കുതിരയൊക്കെ ആയിരിക്കും. ഇവരൊക്കെ രാജസ്ഥാൻകാരാ. പുള്ളി ഉദയ്പൂരുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ ആള് ജോധ്പൂർ. ഞങ്ങൾ ഷീപ്പിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പോവാ അല്ലേ? ഇതിങ്ങനെ കുറേ സ്റ്റെപ്സ് ഉണ്ട് താഴോട്ട്, നല്ല ഭംഗിയെ കാണാൻ. അവിടെയാണ് ഷീപ്സ് ഉള്ളത്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ഷീപ്പിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാം. ഇതേ ആ വീട് പോലെ കണ്ട അവിടെ പോയി നമുക്ക് ഷീപ്പിനെ ഫീഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഷീപ്പിനെ ഫോട്ടോ എടുക്കാം. ആട്ടിൻകുട്ടി ഉണ്ടാവും. ആട്ടിൻകുട്ടി ഉണ്ട്, ഞാൻ എടുക്കുവേ. ഇതാണ് ഗിൽ പോണ്ട് എന്ന് എഴുതിയിരുന്നത്. ഗിൽ പോണ്ട് ഇവിടെ 2-3 അരയന്നം ഉണ്ട്. അരയന്നല്ല അത്, ഇതോ വാത്തയോ എനിക്കറിയില്ല. പിന്നെ ഇവിടെയൊക്കെ കൃഷിയാണ്. ഇതും കൃഷിയാണ്. ഈ ലെഫ്റ്റ് സൈഡിലും ഒക്കെ കൃഷിയാണ്. കെയിൽ ലീവ്സാണ്, എനിക്ക് മനസ്സിലാവണില്ല ഇല കണ്ടിട്ട്. ഇത് നമ്മളുടെ ഓട. അത് കഴിഞ്ഞ് നേരെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഷീപ്പ് ഫാം കാണാം. അത് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ ഫിഷിംഗ് പോണ്ട് ഉണ്ട്. അപ്പോൾ ഫിഷിങ്ങിൻ്റെ ടൈമാണെന്ന് തോന്നുന്നു. आंटी हम यूपी से हैं। उत्तराखंड में कहाँ से हो आप? मैं पराई में रहते सर मोदियो से 5 घंटा आधा നീ കൊടുത്തോളൂ, നേരെ പിടിച്ചോ. നോക്കൂ, ഇതാണ് ഏറ്റവും ചെറുതെന്ന്. ഇല്ല നല്ല രസം ഉണ്ടായിരുന്നല്ലേ? ഓ അതിനെന്തൊരു ബലമല്ലേ, കടിച്ചിങ്ങനെ വലിക്കുമ്പോൾ നമ്മുടെ കൈ ഇങ്ങനെ അങ്ങ് പോവും. അയ്യോ ആ കുഞ്ഞാടിന് ഒട്ടും വെയിറ്റ് ഇല്ലായിരുന്നു. ഇങ്ങനെ പഞ്ഞിക്കെട്ട പോലെ ഇരിക്കും. അത് നല്ല രസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ആടിൻ്റെ ഫീഡിങ് കഴിഞ്ഞിട്ട് ഇതേ ഫിഷിങ്ങിനെത്തി. അതാണ് എനിക്കൊട്ടും ഇല്ലാത്തത്, ക്ഷമ. അതെ, ഞാൻ 5 മിനിറ്റ് നോക്കും, കിട്ടില്ല ഞാൻ ഇട്ടിട്ട് പോകും. ഇതെങ്ങോട്ട് പോയി? ഇല്ല, ഫുഡ് പോയി. ഓ കൊണ്ട് മതി. ഇല്ല ഇനിയില്ല, എനിക്ക് മതിയായി. വിഷമമൊന്നുമില്ല, ചെറിയൊരു സങ്കടം. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞല്ലോ. ഫിഷിംഗ് ആയി, ഫീഡിങ് ആയി. ഷീപ്പ് ഫീഡിങ് കഴിഞ്ഞു, ഫിഷിങ് കഴിഞ്ഞു, താഴോട്ട് വന്നു, കണ്ടു, പോവാന്നാ. ഒരാവേശത്തിന് ഓടിയതാ. അമ്മേ എന്താ അടിപൊളിയായിരുന്നു, ശ്വാസം കിട്ടുന്നില്ല. തിരിച്ച് ഞങ്ങളതേ റൂമിൽ പോകാൻ നേരത്ത് ഹോഴ്സ് ഗ്രൂമിങ്ങിൻ്റെ ടൈമിങ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് സ്റ്റേബിളിൻ്റെ അങ്ങോട്ട് പോയിട്ട് കണ്ടിട്ട് വരാമെന്ന്. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഹോഴ്സിനെ തിരിച്ച്
കൂട്ടിക്കയറ്റുന്നത്. വെറുതെ ഇവിടെ ഒരുത്തനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുക. അകത്തെ ഒരു സ്റ്റേബിളും ഒക്കെ ക്ലീൻ ചെയ്യുക. എല്ലാവരും രാവിലെ കൊണ്ട് പുറത്ത് നിർത്തിയതിന് ശേഷം ഇതൊന്നല്ല പിണങ്ങി നിൽക്കുവാണ്. അതെ, അമ്മയും കൊച്ചും. ഇതാണ് എൻ്റെ ഫേവറേറ്റ് എവറസ്റ്റ്. രാഹുൽ ഇതാണ് ഇന്നത്തെ എവറസ്റ്റ്. എവറസ്റ്റ്. ഓ ശരിയാണല്ലോ. ഓ ഇതാ കുഞ്ഞൻ. കുഞ്ഞൻ ഹോഴ്സ് അല്ലേ. മൂക്കൊക്കെ വെൽവെറ്റ് പോലെ ഇരിക്കും. നല്ല ബാഗല്ലേ. 1900 കൊള്ളാമോ. ഞങ്ങൾ ജസ്റ്റ് റിസപ്ഷനിൽ വന്നു, ചെക്കൗട്ട് ചെയ്തിട്ട് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഇത് കണ്ടത്. ഇവരുടെ തന്നെ ഒരു ഷോപ്പാണ്, സോവനിയേഴ്സൊക്കെ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ. അല്ലല്ലോ, ഈ വൈനൊക്കെ ഉണ്ട്. വൈന്, സ്വെറ്റ് ഷർട്ട്, കോട്ടഗിരി കൊള്ളാം. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. ഞങ്ങൾ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു, എല്ലാം റെഡിയാക്കി. ഇനി ഷട്ടലിന് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കും. ഒത്തിരി പേരുണ്ട് ഇന്ന് ചെക്കൗട്ട് ചെയ്യാനും, കുറേ പേരുണ്ട്. രാഹുൽ ജസ്റ്റ് ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് എടുത്തു കൊടുന്നു. അപ്പോൾ അത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളിവിടെ നിന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഷട്ടിലെടുക്കുക, പാർക്കിങ്ങിൽ പോവുക, കാർ എടുക്കുക, തിരിച്ച് ബാംഗ്ലൂർ എത്തുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.